Hello students, അപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്കാണ് വരുന്നത്. That is, all of you know, vectors. Vectors എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വെക്ടേഴ്സിൽ നമ്മൾ പഠിക്കാവുന്ന ഒരുമാതിരി കണ്ടന്റുകളൊക്കെ നമ്മൾ ഫിസിക്സിൽ നമ്മൾ വെക്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഫിസിക്സിൽ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ, പിന്നെ റൊട്ടേഷണൽ മോഷൻ, ലോസ് ഓഫ് മോഷൻ, ഇതുപോലെയുള്ള മെക്കാനിക്സ് ഏരിയയിൽ മുഴുവനും. പിന്നെ സെക്കൻഡ് ഇയറിലാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സ്, ലോറൻസ് ഫോഴ്സ്, അതുപോലുള്ള ഏരിയകളൊക്കെ നമ്മൾ വെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെക്ടർ അഡീഷൻ, വെക്ടർ സബ്ട്രാക്ഷൻ, അവിടെ പാരലോഗ്രാം ലോ, ട്രയാങ്കിൾ ലോ, അതുപോലെ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ്, പ്രൊജക്ഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, സ്കാലാർ പ്രൊജക്ഷൻ ആൻഡ് വെക്ടർ പ്രൊജക്ഷൻ. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് എ ബി ഉണ്ടെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി, പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ, അതിൽ തന്നെ സ്കാലാർ പ്രൊജക്ഷനും വെക്ടർ പ്രൊജക്ഷനും. സ്കാലാർ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി, വെക്ടർ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി, അതുപോലെ സ്കാലാർ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ ആൻഡ് വെക്ടർ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കണം. ഈ പ്രൊജക്ഷൻസ് എല്ലാം ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ക്രോസ് പ്രൊഡക്റ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് പാരലോഗ്രാമാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ബി ആയിട്ട് ക്രോസ് ചെയ്താൽ എയും ബിയും കൂടെ അഡ്ജസൻറ്റ് സൈഡായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാരലോഗ്രത്തിൻ്റെ ഏരിയ ആണ്. അതിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടും. ഇങ്ങനെയുള്ള 2 ഐഡിയാസാണ് നമുക്ക് അവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതും നിങ്ങൾ ചിലപ്പോൾ ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പിന്നെ നമുക്കിവിടെ NCERT-യിൽ പറയുന്ന നമുക്ക് എൻട്രൻസുകൾക്കൊക്കെ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്കെലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആൻഡ് വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ട്രിപ്പിൾ പ്രൊഡക്റ്റ്, 3 വെക്ടേഴ്സ് എ ബി സി എന്ന് പറയുന്ന 3 വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് 2 രീതിയിൽ പോസിബിൾ ആണ്. 2 വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന 2 ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 2 ടൈപ്പ് ഉണ്ട്, സ്കെലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റും അതുപോലെ വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. എന്താണെന്നുള്ള അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അതും പിന്നെ അതിൻ്റെ ജോമെട്രിക്കൽ ആപ്ലിക്കേഷൻസും അതിൻ്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഈ അവസാന ഭാഗത്തുള്ള ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഏരിയയിലുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് 3D എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കും കൂടി ആവശ്യമുള്ളതാണ്. അപ്പോൾ വെക്ടർ നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്ക് 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 3Dയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം. സ്ട്രേറ്റ് ലൈൻ ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും ഒക്കെ അതിന് വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വെക്ടർ ഇക്വേഷൻ്റെ ബേസിസിലാണ് ചിന്തിക്കുക. ഒരു 3D എന്ന് പറയുമ്പോൾ നമുക്ക് 2D പോലെ ഒരു പ്ലെയിനിലുള്ള പോലെ കാര്യങ്ങൾ അത്ര പെട്ടെന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനോ ഇമാജിൻ ചെയ്യാനൊന്നും പറ്റില്ല. 3D എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാം നമ്മൾ ഉപയോഗിക്കുക വെക്ടർ ടൂളാണ്. നമ്മൾ അവിടെ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ആ ലൈനിന് പാരലൽ ആയിട്ട് ലൈനിൻ്റെ അതേ ഡയറക്ഷനിൽ പോകുന്ന ഒരു വെക്ടറിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ വെക്ടർ സഹായത്തോടെയാണ് നമുക്ക് 3D മുഴുവൻ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ വെക്ടർ കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ 3D നമുക്ക് വേണ്ട വിധം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. സോ വെക്ടർ പഠിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം 3D എന്ന് പറയുന്ന അടുത്ത ചാപ്റ്റർ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടെ നമുക്ക് ഈ വെക്ടേഴ്സ് പഠിക്കുന്നതിനുണ്ട്. എന്തായാലും നമുക്ക് തുടങ്ങാം. വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് വെക്ടർ, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കണം. നമ്മൾ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. വെക്ടേഴ്സ് ആർ ദ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പൊതുവിൽ പറയാറുണ്ട്. ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇത് ശരിയൊക്കെ തന്നെയാണ്. വെക്ടേഴ്സിനെല്ലാം ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ രണ്ടും ഉണ്ടാവും. നമ്മൾ ഏതൊരു വെക്ടർ ക്വാണ്ടിറ്റി എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെന്റം, ഇങ്ങനെ കുറേ വെക്ടർ ക്വാണ്ടിറ്റീസ് നമുക്കറിയാം. അവർക്കെല്ലാം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അത് വെക്ടർ ആവണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ എക്സാമ്പിളാണ് കറണ്ട്, ഇലക്ട്രിക് കറണ്ട്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഇപ്പോൾ 1 ആംപിയർ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്, പക്ഷേ അത് സ്കാലാറാണ്. ഇതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് പ്രഷർ. പ്രഷറിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. പ്രഷർ ഇൻവേർഡ്സ് ആണോ ഔട്ട്വേർഡ്സ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് പിന്നെ എന്തായാലും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സോ ബട്ട് ദാറ്റ് ഈസ് ഓൾസോ എ സ്കാലാർ. അപ്പോൾ ഇങ്ങനെ ചില ക്വാണ്ടിറ്റീസ് എല്ലാം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇപ്പോൾ സ്ട്രെസ്, സ്ട്രെയിൻ, ഇതിനെല്ലാം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ പൊതുവിൽ സ്കാലാർ ആയിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഡെഫിനിഷൻ ക്വാണ്ടിറ്റീസ് ഒബേയിങ് വെക്ടർ ഓൾജിബ്ര. വെക്ടർ ഓൾജിബ്ര എന്ന് പറയാം, അല്ലെങ്കിൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലലോഗ്രാം ലോ ഒബേ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. അങ്ങനെ പാരലലോഗ്രാം ലോ ഒബേ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനൊക്കെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ വെക്ടർ ആണ് എന്നല്ല നമ്മൾ പറയേണ്ടത്, തിരിച്ചാണ്.
If a quantity is vector, then it will have both magnitude and direction. That doesn't mean if all quantities having magnitude and direction are vectors. എന്ന് അതിന് അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കറണ്ട് ഇപ്പോൾ ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ ഇങ്ങനെ വെക്കുകയാണ്. ദർ ഈസ് എ കറണ്ട് ഓഫ് 1 ആംപിയർ ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ദർ ഈസ് അനദർ കറണ്ട് കാര്യം കണ്ടക്ടർ അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രിയിൽ നമ്മളിങ്ങനെ വെച്ചു. ദാറ്റ് ഈസ് ഓൾസോ 1 ആംപിയർ. എന്നിട്ട് ഇവിടുന്നേക്ക് ഒരു മൂന്നാമത്തെ വയർ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിർച്ചോഫിലെ പ്രകാരം 1 ആംപിയർ മൊത്തം ഇങ്ങോട്ടേക്ക് 2 ആംപിയർ ആണ് നമുക്ക് കിട്ടുക. പക്ഷേ ഇതൊരു വെക്ടർ ആയിരുന്നെങ്കിൽ 1 ആംപിയർ 60 ഡിഗ്രിയിൽ ആഡ് ചെയ്യുമ്പോൾ ബൈ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നമുക്ക് അവിടെ √3 ആംപിയർ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇഫ് ഇറ്റ് വാസ് എ വെക്ടർ. പക്ഷേ അങ്ങനെയല്ല, കിർച്ചോഫിലെ പ്രകാരം നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന 1 ആംപിയർ രണ്ടും കൂടി 2 ആംപിയർ നമുക്ക് അങ്ങോട്ടേക്ക് ഔട്ട്വേർഡ്സ് കറണ്ട് കിട്ടും. സോ ഡെഫിനറ്റ്ലി കറണ്ട് ഇസ് എ സ്കാലാർ ദാറ്റ് ഡസൻ ഫോളോ ദി പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പ്രഷർ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രഷറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ചേമ്പറിനകത്ത് നമ്മൾ ഗ്യാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു പ്രഷർ കൊടുക്കുകയാണ്, ഒരു പ്രഷർ പി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേറൊരു പ്രഷർ പി കൊടുക്കുകയാണ്. അപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈ പിയും കൂടി ക്യാൻസൽ ചെയ്തിട്ട് ഇതിനുള്ളിൽ പ്രഷർ ഒന്നുമില്ല, 0 പ്രഷറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ അല്ല സംഭവിക്കുക. നിങ്ങൾക്ക് അറിയാം, ഇവിടുന്ന് ഒരു പ്രഷർ പിയും അവിടുന്ന് ഒരു പ്രഷർ പിയും കൊടുത്താൽ ടോട്ടൽ 2p എന്ന് പറഞ്ഞ ഒരു ടോട്ടൽ പ്രഷറാണ് ഇതിനുള്ളിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ഈക്വൽ പ്രഷർ അവിടുന്ന് ഇവിടുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ ഒരു പി ആണ് നിങ്ങൾക്ക് കിട്ടുക. എല്ലാ ഡയറക്ഷനും ഇങ്ങനെ ഒരുപോലെ പി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ പ്രഷർ പി ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. പക്ഷേ എല്ലാം ഇങ്ങനെ ഒരേ ഡയറക്ഷന് ചുറ്റും കൊടുക്കുന്ന സമയത്ത് ക്യാൻസൽ ആയി പോകണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇഫ് ഇറ്റ് വാസ് എ വെക്ടർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ പ്രഷർ ഒരു വെക്ടർ അല്ല എന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ഡെഫിനിഷൻ. ക്വാണ്ടിറ്റീസ് ദാറ്റ് ഒബേയിങ് വെക്ടർ ഓൾജിബ്ര ഓർ ക്വാണ്ടിറ്റീസ് ഒബേയിങ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, അതല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ് ഇതൊക്കെ വെക്ടർ ആവുന്നതിന്റെ കാരണം ദാറ്റ് ഫോളോസ് ദി വെക്ടർ ഓൾജിബ്ര എന്നതുകൊണ്ടാണ്. ഇപ്പോൾ 2 ഫോഴ്സ് 5 ന്യൂട്ടൺ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, രണ്ടും കൂടി ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വെക്ടർ ആവുന്നത്. പക്ഷേ പ്രഷർ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അത് ക്യാൻസൽ ആവുന്നില്ല എന്നും കാണാൻ പറ്റും. ഓക്കെ, എനിവേ ലെറ്റ് us go to examples of vectors. Examples for vectors. നിങ്ങൾ ഫിസിക്സിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഒന്നാമത്തെ വെക്ടർ. ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് ആയിട്ടുള്ള വെലോസിറ്റി, അതിൻ്റെ അഗെയിൻ ടൈം ഡെറിവേറ്റീവ് ആയിട്ടുള്ള ആക്സലറേഷൻ, പിന്നെ ഈ വെലോസിറ്റി ഇൻറ്റു മാസ് ചെയ്താൽ നമുക്ക് മൊമെന്റം കിട്ടും. ആക്സലറേഷൻ ഇൻറ്റു മാസ് ചെയ്താൽ നമുക്ക് ഫോഴ്സ് കിട്ടും. അതുപോലെ നമുക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഇങ്ങനെയുള്ള വെക്ടേഴ്സ് നമ്മൾ ആക്സിയൽ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുക. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ. ഇനി ആംഗുലാർ വെലോസിറ്റിനെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൊണ്ട് മൾട്ടിപ്ലൈ, മാസിന് പകരം അവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നിങ്ങൾ എടുക്കുക. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു ഗെറ്റ് ആംഗുലാർ മൊമെന്റം. അതുപോലെ ഈ ആംഗുലർ ആക്സലറേഷൻ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ടോർക്ക്. പിന്നെ ഒരുപാടുണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ പോകും. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എക്സെട്ര, ഇതെല്ലാം വെക്ടേഴ്സ് ആണ്. അതിൽ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, മൊമെന്റം, ഫോഴ്സ് ഇതുപോലെയൊക്കെയുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ പോളാർ വെക്ടേഴ്സ് അല്ലെങ്കിൽ ട്രൂ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സലറേഷൻ, ആംഗുലർ മൊമെന്റം, ടോർക്ക്, മാഗ്നറ്റിക് ഫീൽഡ്, ഇതിനൊക്കെ നമ്മൾ ആക്സിയൽ വെക്ടേഴ്സ് അല്ലെങ്കിൽ സ്യൂഡോ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുക. അതുപോലെ സ്കേലാർസിന് നിങ്ങൾക്ക് ധാരാളം എക്സാമ്പിൾ എഴുതാം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഫിസിക്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, പിന്നെ വെറുതെ നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സ്കേലാർസിൻ്റെ ഒക്കെ ആയിരിക്കും മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി, ഇതുപോലെയൊക്കെയുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം നമുക്ക് സ്കേലാർസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ ഇറലവൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് നോക്കേണ്ട ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ പല ടൈപ്പ് വെക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാമത്തെ ടൈപ്പാണ് സീറോ വെക്ടർ. അത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളാണ്. നമ്മൾ വെക്ടറിന്റെ ഡെഫിനേഷൻ പറഞ്ഞത് ആദ്യം ഫസ്റ്റ് ഡെഫിനേഷൻ തന്നെ പറഞ്ഞത് ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്നാണ്. അതിൽ മാഗ്നിറ്റ്യൂഡ് 0 ആവുന്ന വെക്ടേഴ്സിനെല്ലാം നമുക്ക് സീറോ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. സോ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 0, മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 0. ഇതിന്റെ എക്സാമ്പിൾ ആണ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി അറ്റ് ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ബോഡീൻ്റെ മുകളിൽ ഒരുപാട് ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് നെറ്റ് ഫോഴ്സ് എപ്പോഴും 0 വെക്ടർ ആണ് കിട്ടുക. കാരണം നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. 0 വെക്ടറിനെ 0 എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വെക്ടർ സിമ്പിൾ ഇട്ട് കൊടുക്കും.
ദാറ്റ്സ് ഹൗ വി റെപ്രസെന്റ് ദിസ് സീറോ വെക്ടർ. അതുപോലെ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഇൻ എ ക്ലോസ്ഡ് ട്രിപ്പ്, ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് അതിൻ്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ആ 0 എന്ന് പറയുന്നത് എന്താണ്? സീറോ വെക്ടർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിലും അത് വെക്ടർ തന്നെയാണ്. ഓക്കെ, അതാണ് സീറോ വെക്ടർ. രണ്ടാമതാണ് യൂണിറ്റ് വെക്ടർ. ഇത് മാഗ്നിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയേണ്ടത്. വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 1. മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കുക. യൂണിറ്റ് വെക്ടേഴ്സ് ധാരാളം ഉണ്ട്. അതിനകത്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ് I cap, J cap, K cap. These are along the positive direction of x axis, y axis and z axis. പോസിറ്റീവ് എക്സിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് I, പോസിറ്റീവ് വൈയിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് J, പോസിറ്റീവ് സെഡിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് K. എന്ന് വെച്ച് ഇത് 3 മാത്രമാണ് യൂണിറ്റ് വെക്ടേഴ്സ് വിചാരിക്കരുത്. നമുക്ക് ഇഷ്ടം പോലെ യൂണിറ്റ് വെക്ടേഴ്സ് ഇതിൻ്റെയൊക്കെ പല കോമ്പിനേഷൻസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൂന്നാമതാണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് അല്ലെങ്കിൽ ഈക്വൽ വെക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെക്ടേഴ്സിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ അവരുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വൽ ആയിട്ട് കാര്യമില്ല, അവരുടെ ഡയറക്ഷൻസ് മാത്രം ഈക്വൽ ആയിട്ടും കാര്യമില്ല. അവരുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആവണം, അതോടൊപ്പം ഡയറക്ഷനും ഈക്വൽ ആവണം. ദെൻ യു ക്യാൻ സേ ദി വെക്ടേഴ്സ് ആർ ഈക്വൽ. അപ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു യൂണിറ്റ് വെക്ടറാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ തെക്ക് വടക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ സാധാരണ കൊളോക്കിയൽ ഭാഷയിൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല നമ്മൾ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെക്ടറിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എ ക്യാപ്. എ വെക്ടർ എ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് A modulus of A into A cap. ഈ A cap എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ ആണ്. വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 1. അതിനാണ് നമ്മൾ ഈ ഡയറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ A cap സെയിം ആവണം, അതോടൊപ്പം മോഡുലസ് ഓഫ് എയും ഇതും രണ്ട് വെക്ടറുമായിട്ട് സെയിം ആവണം. സോ വെക്ടേഴ്സ് ഹാവിംഗ് ഈക്വൽ വെക്ടേഴ്സ് ആർ ദി വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ്, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനുള്ള വെക്ടേഴ്സിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. 4 ഓപ്പോസിറ്റ് വെക്ടേഴ്സ്. ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് സെയിം ആവണം, എന്നിട്ട് അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവണം. അപ്പോഴാണ് നമ്മൾ ഓപ്പോസിറ്റ് വെക്ടർ എന്ന് വിളിക്കുക. സോ വെക്ടേഴ്സ് ഹാവിംഗ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ വെക്ടർ ആണ് കിട്ടുക എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റൊന്നാണ് പാരലൽ വെക്ടേഴ്സ്. അപ്പോൾ ഈക്വൽ വെക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞത് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. പക്ഷേ പാരലൽ വെക്ടേഴ്സിൽ അങ്ങനെ നിർബന്ധമില്ല, ഡയറക്ഷൻ മാത്രം സെയിം ആയാൽ മതി. പാരലൽ വെക്ടേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ലൈക്ക് വെക്ടേഴ്സ്. സോ പാരലൽ വെക്ടേഴ്സ് ഓർ ലൈക്ക് വെക്ടേഴ്സ്. എന്താണ് ഡെഫിനിഷൻ? വെക്ടേഴ്സ് ഹാവിംഗ്, പെട്ടെന്ന് പറഞ്ഞു പോകുന്ന അത്ര സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസ് ആണ്, നിങ്ങൾ ഫിസിക്സിൽ ഓൾറെഡി കണ്ടതായിരിക്കും, ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വേഗം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സോ വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഡയറക്ഷൻ, അത്രേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് എന്ത് വേണമെങ്കിലും ആവട്ടെ, പക്ഷെ അവരുടെ ഡയറക്ഷൻ സെയിം ആവണം. 6 ആന്റി പാരലൽ വെക്ടേഴ്സ്. ആന്റി പാരലൽ വെക്ടേഴ്സിന് പറയുന്ന, പാരലൽ വെക്ടേഴ്സിന് ലൈക്ക് എന്ന് പറയുന്ന പോലെ ആന്റി പാരലൽ എന്ന് പറയുന്ന പേരാണ് അൺലൈക്ക് വെക്ടേഴ്സ്. അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടേമാണ്. ലൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒരേ ഡയറക്ഷനിലുള്ള ആളുകളെ ലൈക്ക് എന്ന് വിളിക്കാം. അപ്പോൾ അൺലൈക്ക് എന്ന് വിളിച്ചാൽ സെയിം ഡയറക്ഷൻ അല്ലാത്തതെന്നാണ് പൊതുവിൽ നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ തന്നെ വേണം. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഒരു 60 ഡിഗ്രിയിൽ നിൽക്കുകയാണെങ്കിൽ അത് അൺലൈക്ക് അല്ല. പാരലൽ ആണെങ്കിൽ ലൈക്ക് ആണ്, പക്ഷേ 60 ഡിഗ്രിയിലോ 30 ഡിഗ്രിയിലോ നിന്നാൽ അൺലൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്കിന്റെ ഓപ്പോസിറ്റ് എന്നുള്ള നിലക്കല്ല ഇവിടെ അൺലൈക്ക് എടുക്കുന്നത്. പാരലൽ ആവുമ്പോൾ ലൈക്ക് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ, ആന്റി പാരലൽ ആവുമ്പോൾ മാത്രമാണ് അത് unlike vectors ആവുന്നത്. So vectors having opposite direction, അത്ര മതി. മാഗ്നിറ്റ്യൂഡ് സെയിം ആവാതിരിക്കുക എന്ത് വേണമെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ആന്റി പാരലൽ എന്ന് വിളിക്കാം. ഇനി ഈക്വൽ വെക്ടേഴ്സ്, ഓപ്പോസിറ്റ് വെക്ടേഴ്സ്, പാരലൽ വെക്ടേഴ്സ്, ആന്റി പാരലൽ വെക്ടേഴ്സ്, ഇതിന് എല്ലാത്തിനും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന ഒരു പേരാണ് കൊലീനിയർ വെക്ടേഴ്സ്. കോലീനിയർ, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോലീനിയർ മീൻസ് വെക്ടേഴ്സ് ആക്ടിങ് അലോങ് ദ സെയിം ലൈൻ, അല്ലെങ്കിൽ വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ, ഒരേ ലൈൻ ഓഫ് ആക്ഷൻ ഉള്ള വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ലൈൻ ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ പല മാഗ്നിറ്റ്യൂഡ് ക്യാൻ ബി ഡിഫറെന്റ് ഓർ സെയിം.
ഡയറക്ഷൻ ഒന്നുകിൽ അതേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇങ്ങനെ പല പല മാഗ്നിറ്റ്യൂഡിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് ഒറ്റ ലൈനിൽ കൂടി ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സിനെയാണ് co-linear vectors acting along the same line or vectors having the same line of action. Then next is coplanar vectors. അതും ഈ co-linear എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ടേം ആണ്. coplanar means in the same plane. So coplanar vectors acting in the same plane. Vectors acting in the same plane. ഇതിന് രണ്ടിനും നമ്മളൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. സോ co-initial വെക്ടേഴ്സ് co-linear വെക്ടേഴ്സ് ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് എ ബി ഇതുവരെ തമ്മിൽ കൊലീനിയർ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് എ ഇസ് ഈക്വൽ ടു ലാംഡ ബി വേർ ലാംഡ ഈസ് എനി റിയൽ നമ്പർ. ഒരു വെക്ടറിനെ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ ഡയറക്ഷനിലുള്ള വേറെ വെക്ടർ കിട്ടും. നെഗറ്റീവ് റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടും. അപ്പോൾ ഇനി റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി co-linear. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ലാംഡ ബി അല്ലെങ്കിൽ ബി ഇസ് ഈക്വൽ ടു ലാംഡ എ ഇതൊക്കെ കൊലീനിയറിന്റെ കണ്ടീഷൻ ആണ്. ലാംഡ ക്യാൻ ബി എനി റിയൽ നമ്പർ. ഇൻ സച്ച് കേസസ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 0 ആണ് കിട്ടുക. രണ്ട് കൊലീനിയർ വെക്ടേഴ്സ് ക്രോസ് ചെയ്താൽ 0 ആണ്. ഈക്വൽ വെക്ടേഴ്സ് ക്രോസ് ചെയ്താലും 0 ആണ്. ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ക്രോസ് ചെയ്താലും 0 ആണ്. പിന്നെ പാരലൽ ആന്റി പാരലൽ ഇതെല്ലാം ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണ് കിട്ടുക. അപ്പോൾ ജനറലി നമുക്ക് കൊലീനിയർ വെക്ടേഴ്സിനെ എ ഈക്വൽ ടു ലാംഡ ബി എന്നും അതുപോലെ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി കോപ്ലനാരിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കൊലീനിയാരിറ്റി പറയാൻ നമുക്ക് രണ്ട് വെക്ടേഴ്സ് മതി. എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ കൊലീനിയർ ആണോ കൊലീനിയർ അല്ലയോ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പക്ഷേ കോപ്ലനാരിറ്റി പറയണമെങ്കിൽ മിനിമം 3 വെക്ടേഴ്സ് എങ്കിലും വേണം. കാര്യം നിങ്ങൾ ഏത് രണ്ട് വെക്ടർ എടുത്താലും അവർക്ക് രണ്ടുപേരും കൂടി കോമൺ ആയിട്ട് ഒരു പ്ലെയിൻ ഉണ്ടാവും. അപ്പോൾ ഒരു കോപ്ലനാർ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ കോപ്ലനാരിറ്റി ഡിഫൈൻഡ് ആവണമെങ്കിൽ മിനിമം 3 വെക്ടർ വേണം. സോ കോപ്ലനാരിറ്റി is defined to a minimum of 3 vectors. 3 വെക്ടേഴ്സിനാണ് കോപ്ലനാരിറ്റി ഉള്ളത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടർ നിങ്ങളുടെ കയ്യിലുണ്ട്. യു ഹാവ് അനദർ വെക്ടർ ബി. ഇനി നിങ്ങൾക്ക് മൂന്നാമത്തെ വെക്ടർ ഈ എക്കും ബിക്കും ഒരു കോമൺ ആയിട്ടൊരു പ്ലെയിൻ ഉണ്ടാവും. ദർ ഇസ് എ കോമൺ പ്ലെയിൻ ഓഫ് എ ആൻഡ് ബി. ആ പ്ലെയിനിൽ ഒരു മൂന്നാമത്തെ വെക്ടർ വേണമെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എടുത്താൽ മതി. സി ഈസ് ഈക്വൽ ടു ലാംഡ എ പ്ലസ് മ്യൂ ബി. കൊലീനിയർ വെക്ടേഴ്സ് എടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. എ ഈസ് ഈക്വൽ ടു ലാംഡ ബി മാത്രം എടുത്തത്. കാരണം അവിടെ ആകെ രണ്ട് വെക്ടർ. കൊലീനിയാരിറ്റി പറയണമെങ്കിൽ എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സേ ആവശ്യമുള്ളൂ. സോ ദ സെക്കൻഡ് വെക്ടർ ഷുഡ് ബി കൊലീനിയർ ടു ദ ഫസ്റ്റ് വെക്ടർ, അല്ലെങ്കിൽ ഫസ്റ്റ് വെക്ടർ ഈസ് കൊലീനിയർ ടു ദ സെക്കൻഡ് വെക്ടർ. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ സ്കേലാർ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നിനായിട്ട് കൊലീനിയർ ആവും. പക്ഷേ കോപ്ലനാരിറ്റി പറയണമെങ്കിൽ മിനിമം 3 വെക്ടേഴ്സ് വേണം. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടി ലീനിയർ കോമ്പിനേഷൻ ലാംഡ എ പ്ലസ് മ്യൂ ബി വേർ ലാംഡ കോമ മ്യൂ ബിലോങ്സ് ടു ആർ. നിങ്ങൾ ഏത് റിയൽ നമ്പർ വാല്യൂസ് ലാംഡക്കും മ്യൂക്കും ഏത് റിയൽ നമ്പർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന സി ദ റിസൾട്ടന്റ് വെക്ടർ സി വിൽ ബി കോപ്ലനാർ ടു ബോത്ത് എ ആൻഡ് ബി. ഇപ്പോൾ ഇവിടെ എന്ത് പറയാം? ഫോർ ഓൾ വാല്യൂസ് ലാംഡ മ്യൂ ബിലോങ്സ് ടു ആർ, സി ഈസ് കോപ്ലനാർ ടു എ ആൻഡ് ബി, അല്ലെങ്കിൽ കോപ്ലനാർ ടു ദ പ്ലെയിൻ ഓഫ് എ ആൻഡ് ബി. എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടർ എടുത്താൽ അവർ രണ്ടുപേരും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ടാവും. ആ പ്ലെയിനിൽ തന്നെയാണ് സി ഉണ്ടാവുക എന്നാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, നമ്മൾ ഇവിടെ കൊലീനിയാരിറ്റിക്ക് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 0 പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ പറയുന്ന സാധനമാണ് സ്കെലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞിരുന്നു ക്ലാസിന്റെ അവസാന ഭാഗത്ത് നമുക്ക് ചാപ്റ്ററിന്റെ ലാസ്റ്റ് സ്കെലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റും വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റും പഠിക്കണം. അതിലെ സ്കെലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: എ ഡോട്ട് ഓഫ് ബി ക്രോസ് സി. ബിയും സിയും കൂടി ക്രോസ് ചെയ്യുക, എന്നിട്ട് എയുമായിട്ട് ഡോട്ട് ചെയ്യുക. This should be equal to 0. So if 3 vectors A, B, C are coplanar, you can represent in 2 different ways. Either C is equal to lambda A plus mu B, or A dot of B cross C is equal to 0. ഇതിനെ തന്നെയാണ് നമ്മൾ ബോക്സ് പ്രൊഡക്റ്റ്, ബോക്സ് എ ബി സി എന്ന് പറയാം. ബോക്സ് എ ബി സി ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഇതിന് വിശദാംശങ്ങളിലേക്ക് നമുക്ക് അവസാന ഭാഗത്ത് ചെല്ലാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോപ്ലനാർ വെക്ടേഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് co-initial vectors. 7th type of vectors co-initial. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ co-initial, ഒരേ ഇനീഷ്യൽ പോയിന്റ് ഉള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ co-initial എന്ന് വിളിക്കുക. സോ വെക്ടേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെയിം പോയിന്റ്. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇലക്ട്രിക് ഫീൽഡ് ബൈ എ പോയിന്റ് പോസിറ്റീവ് പോയിന്റ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് by a positive point charge. പോസിറ്റീവ് പോയിന്റ് ചാർജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ റേഡിയലി പുറത്തേക്കാണ് ഉണ്ടാവുക. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഒരൊറ്റ പോയിന്റിൽ നിന്നാണ്, ആ പോസിറ്റീവ് ചാർജിൽ നിന്നാണ് അതിങ്ങനെ പുറത്തേക്ക് വരുന്നത്. സോ ദാറ്റ് ഈസ് എ co-initial വെക്ടർ ഫീൽഡ്. ഓക്കെ, ഇതുപോലെ മറ്റൊന്നാണ് co-terminus.
കോ ഇനീഷ്യൽ മനസ്സിലാക്കി കോ ടെർമിനസ് അതുപോലെ തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വെക്ടേഴ്സ് ആക്ടിങ് ടു ദ സെയിം പോയിന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ പോസിറ്റീവ് ചാർജിന് പകരം ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ നെഗറ്റീവ് പോയിന്റ് ചാർജ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എല്ലാം ഇപ്പം അട്രാക്റ്റീവ് ആണ്, അതുകൊണ്ട് ഇൻവേർട്സ് ആണ് ഉണ്ടാവുക. അങ്ങനെയൊക്കെ നമുക്ക് അതിനെ മനസ്സിലാക്കാം. സോ വെക്ടേഴ്സ് ആക്ടിങ് ടു എ പോയിന്റ്, ഒരേ പോയിന്റിൽ ആക്ടിങ് ടു ദ സെയിം പോയിന്റ്, അതാണ് കോ ടെർമിനസ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇലക്ട്രിക് ഫീൽഡ് ബൈ നെഗറ്റീവ് പോയിന്റ് ചാർജ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ ചാർജിലേക്കാണ് ഇവിടുത്തെ ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. സോ ഓൾ ദീസ് ഫീൽഡ് ലൈൻസ് ആർ കൺകറന്റ് അല്ലെങ്കിൽ കോ ടെർമിനസ്. ഈ കോ ടെർമിനസിന് കൺകറന്റ് എന്നും നമ്മൾ പറയാറുണ്ട്. ഒരേ പോയിന്റിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ കൺകറന്റ് ആണല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എ പോയിന്റ് മാസ്. ഒരു പോയിന്റിന് ചുറ്റും സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള മാസിനെയാണ് നമ്മൾ പോയിന്റ് മാസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ പ്ലാനറ്റുകളും സ്റ്റാറുകളെയും ഒക്കെ നമ്മൾ പൊതുവിൽ പോയിന്റ് മാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എല്ലാം ഒരു പോയിന്റിന് അറൗണ്ട് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ഗാലക്സിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഗാലക്സി പ്ലനാർ ആണ്. അപ്പോൾ അത് ഒരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു 9th type of categorization. ഓക്കെ, ഇത്രയും മതി കോ ടെർമിനസ്. യെസ്, ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ട്രൂ വെക്ടേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ ശരിയായ പേര് പോളാർ വെക്ടേഴ്സ്. ട്രൂ വെക്ടേഴ്സ് അല്ലെങ്കിൽ പോളാർ വെക്ടേഴ്സ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ടേം ആണ് സ്യൂഡോ വെക്ടേഴ്സ് അല്ലെങ്കിൽ ആക്സിയൽ വെക്ടേഴ്സ്. ഓക്കെ, ട്രൂ ആൻഡ് സ്യൂഡോ, അതല്ലെങ്കിൽ പോളാർ ആൻഡ് ആക്സിയൽ. ഇതിന്റെ രണ്ടിന്റെയും ഡെഫിനിഷൻ എന്ന് പറയുന്നത് പോളാർ വെക്ടേഴ്സ് ആർ ദി വെക്ടേഴ്സ് ചേഞ്ചസ് അണ്ടർ പാരിറ്റി. PARITY. പാരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കൊണ്ട് ചേഞ്ച് ചെയ്യുന്ന വെക്ടേഴ്സ് ആണ് ട്രൂ വെക്ടേഴ്സ് അല്ലെങ്കിൽ പോളാർ വെക്ടേഴ്സ്. സ്യൂഡോ വെക്ടേഴ്സ് അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഈ വെക്ടേഴ്സ് ചേഞ്ചിങ് ആണെങ്കിൽ വെക്ടേഴ്സ് does not change under parity. പാരിറ്റി എടുക്കുന്ന സമയത്ത് ചേഞ്ച് ആവാത്ത വെക്ടേഴ്സിനെയാണ് നമ്മൾ ആക്സിയൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. ഈ പാരിറ്റി എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. പാരിറ്റി ഈസ് ദ പ്രോസസ് ഓഫ് ഇന്റർചേഞ്ചിങ് ഓഫ് positive and negative directions of all coordinate axes. അപ്പോൾ കോർഡിനേറ്റ് ആക്സസ് 3D നമുക്ക് ഏതൊക്കെയാണ് നമുക്കറിയാം. XYZ 3 ആക്സസ് ആണ്. ഇതിന് ഓരോന്നിനും പോസിറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ ഉണ്ട്. X ഡാഷ്, Y ഡാഷ്, Z ഡാഷ്, ഇങ്ങനെ മൊത്തം 6 ഡയറക്ഷൻസ് ഉണ്ട്. അത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. X ആക്സിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. Y ആക്സിന്റെ പോസിറ്റീവ് നെഗറ്റീവ് Y ഡാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. Z ആക്സിനെ ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെക്ടർ സ്വാഭാവികമായിട്ട് മാറേണ്ടതാണ്. കാര്യം നമ്മൾ വെക്ടറിന്റെ ഇക്വേഷൻ A is equal to AXI plus AYJ plus AZK എന്ന് പറയുന്ന 3 കോമ്പോണൻസ് ആണ് ഉണ്ടാവുക. അതിൽ X ആക്സിസിനെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ X കോമ്പോണന്റ് നേരെ നെഗറ്റീവ് ആവും. അതുപോലെ Y ആക്സിസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ Y കോമ്പോണന്റ് നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ വെക്ടർ നേരെ നെഗറ്റീവ് ആവേണ്ടതാണ്. അങ്ങനെ ട്രൂ വെക്ടർ ആണെങ്കിൽ അങ്ങനെ നെഗറ്റീവ് ആവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വെക്ടേഴ്സ് ചേഞ്ചസ് അണ്ടർ പാരിറ്റി എന്ന് പറയുന്നത്. സോ A ട്രാൻസ്ഫോം ടു -A അണ്ടർ A എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ പാരിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് -A ആയിട്ട് മാറും അണ്ടർ പാരിറ്റി. ഇവിടെ എന്താ സംഭവിക്കുക, ആക്സിയൽ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വെക്ടർ A ആക്സിയൽ ആണെങ്കിൽ A ട്രാൻസ്ഫോം ടു A ഇറ്റ്സെൽഫ്, ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ പാരിറ്റി ചെയ്താലും ഒരു മാറ്റവും. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ വെക്ടേഴ്സും നമ്മൾ പാരിറ്റി ചെയ്യുമ്പോൾ മാറണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാവരും മാറണമെന്നാണ്. പക്ഷെ ചില വെക്ടേഴ്സ് മാറില്ല, അവരെയാണ് നമ്മൾ ആക്സിയൽ എന്ന് വിളിക്കുക. ഈ പോളാറിന്റെ എക്സാമ്പിൾ ആണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ്. ട്രൂ ആയിട്ടുള്ള വെക്ടേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെന്റം, ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റുകളെല്ലാം ട്രൂ വെക്ടേഴ്സിൽ വരുന്നതാണ്.
ആക്സിയൽ വെക്ടേഴ്സിന് അല്ലെങ്കിൽ സ്യൂഡോ വെക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ, ആംഗുലാർ മൊമെന്റം, ആംഗുലാർ മൊമെന്റം, ടോർക്ക്. പിന്നെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒരു ട്രൂ വെക്ടർ അല്ലെങ്കിൽ പോളാർ വെക്ടർ ആണ്, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിയൽ വെക്ടർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ്. Then we have area. ഏരിയ എപ്പോഴും ഒരു വെക്ടറാണ്. ഏരിയ വെക്ടർ വോളിയം സ്കേലാറുമാണ്. അതിൽ ആ ഏരിയ വെക്ടർ ആണെന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പ് വെക്ടർ ആണ്? അതൊരു ആക്സിയൽ വെക്ടർ ആണെന്ന് കൂടി അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് റാൻഡം ആയിട്ടൊരു വെക്ടർ തന്നാൽ അത് സ്യൂഡോ വെക്ടർ ആണോ ആക്സിയൽ വെക്ടർ ആണെന്ന് ഇങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് നമുക്ക് പോളാർ വെക്ടേഴ്സിന് ഇത്രയും എക്സാമ്പിളും ആക്സിയൽ വെക്ടേഴ്സിന് ഇത്ര എക്സാമ്പിൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടാവണം. ഇത് വെച്ച് കണക്ട് ചെയ്തുകൊണ്ടാണ് ബാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനുള്ള റൂൾ മനസ്സിലാക്കി വെക്കുക. ഇൻ എവറി ക്രോസ് പ്രൊഡക്റ്റ്, in every cross product C is equal to A cross B. രണ്ട് വെക്ടേഴ്സ് എയും ബിയും കൂടെ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് സി എന്ന് പറയുന്ന പുതിയ വെക്ടർ കിട്ടുകയാണെങ്കിൽ അവിടെ മൊത്തം 3 വെക്ടേഴ്സ് ഇൻവോൾവ് ആണ്. ദിസ് റിലേഷൻ ഇൻവോൾവ്സ് 3 വെക്ടേഴ്സ് A, B and C. contain 2 polar vectors. എല്ലാ ക്രോസ് പ്രൊഡക്റ്റും അങ്ങനെയാണ്. 2 polar vectors and 1 axial vector in every cross product and 1 axial vector. For example, tau is equal to r cross f. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇതിൽ 6 പോളാർ വെക്ടർ ആണ്, എഫും പോളാർ വെക്ടർ ആണ്. അതുകൊണ്ട് ടോ എന്തിൽ പോകും? ആക്സിയൽ പോകും. രണ്ടെണ്ണം പോളാർ ആയി കഴിഞ്ഞാൽ മൂന്നാമത്തത് ആക്സിയൽ ആണ്. മറ്റൊരു ഇക്വേഷൻ ആണ് വെലോസിറ്റി v is equal to ഒമേഗ ക്രോസ് r. ഇവിടെ വെലോസിറ്റി പോളാർ ആണ്, ഈ റേഡിയസ് വെക്ടർ 6 പോളാർ ആണ്. അതുകൊണ്ട് ഒമേഗ എന്തായി പോകും? ആക്സിയൽ ആവും. അപ്പോൾ എന്ന് വെച്ചാൽ 2 പോളാർ തമ്മിൽ ക്രോസ് ചെയ്താൽ ആക്സിയൽ തന്നെ കിട്ടണം. എപ്പോഴും അങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പോളാറും ഒരു ആക്സിയലും കൂടി ക്രോസ് ചെയ്താൽ പോളാർ കിട്ടും. ഒരു പോളാറും കൂടി ക്രോസ് ചെയ്താൽ ആക്സിയൽ കിട്ടും. ആക്സിയലും കൂടി ക്രോസ് ചെയ്താൽ 0 ആയി പോകും. കാരണം 2 ആക്സിലൂടെയാണ്, പാരലൽ വെക്ടർ ആണ്. അപ്പോൾ അത് 0 ആവും. 2 ആക്സിൽ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ക്രോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ 2 പോളാർ അല്ലെങ്കിൽ ഒരു പോളാറും ഒരു ആക്സിലും. പോളാറും ക്രോസ് ചെയ്താൽ ആക്സിൽ കിട്ടും. ആക്സിലും പോളാറും ക്രോസ് ചെയ്താൽ പോളാർ തന്നെ കിട്ടും. മൊത്തം 3 വെക്ടറിൽ 2 എണ്ണം പോളാർ ആയിരിക്കും, ഒരെണ്ണം ആക്സിൽ. അതുപോലെ തന്നെ ലോറൻസ് ഫോഴ്സിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. F is equal to Q into ചാർജ് ഇൻറ്റു V ക്രോസ് B ആണ്. ഇവിടെ വെലോസിറ്റി പോളാർ ആണ്, ഫോഴ്സ് പോളാർ ആണ്. അതുകൊണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് നിർബന്ധമായിട്ട് എന്താവണം? ആക്സിൽ ആവണം. മൊത്തം 3 വെക്ടേഴ്സ് ഉള്ളതിൽ 2 എണ്ണം പോളാർ ആണ്, മൂന്നാമത്തെ ആക്സിൽ ആയിരിക്കും. ഒന്ന് ആക്സിലാണെങ്കിൽ ബാക്കി 2 പോളാർ ആയിരിക്കും. അങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോളാർ ആണെന്ന് പറഞ്ഞത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്തുകൊണ്ട് പോളാർ ആയെന്ന് വെച്ചാൽ F is equal to QE ആണല്ലോ. ഇത് ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത് പോളാർ ആണെങ്കിൽ ഇതും പോളാർ. Q എന്ന് പറയുന്നത് ചാർജ് സ്കേലാർ ആണ്. സോ ഇറ്റ്സ് എ പോളാർ വെക്ടർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പോളാർ ആൻഡ് ആക്സിയൽ വെക്ടേഴ്സ്. ഇനി എന്തുകൊണ്ടാണ് ഇത് പാരിറ്റി എടുക്കുന്ന സമയത്ത് ഈ ആക്സിയൽ വെക്ടേഴ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യാത്തതെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. ടോ ഇസ് ഈക്വൽ ടു r ക്രോസ് f. നമ്മൾ പാരിറ്റി എടുക്കുമ്പോൾ r will transform to minus of r because that is a polar vector. f transform to minus of f. അതിന് സംശയമൊന്നുമില്ല. എക്സ് കോർഡിനേറ്റും നെഗറ്റീവ് പോസിറ്റീവ് ഡയറക്ഷൻ അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് കോമ്പോണൻസ് എല്ലാം നെഗറ്റീവ് ആവും. എല്ലാ കോമ്പോണൻസും നെഗറ്റീവ് ആകുമ്പോൾ ഓവറോൾ വെക്ടറും നെഗറ്റീവ് ആവും. നോ വി ഹാവ് ദ ഫോർമുല ടോ ചേഞ്ചസ് ടു മൈനസ് ആർ ക്രോസ് മൈനസ് എഫ്. ആർ ക്രോസ് എഫ് എന്തായി? മൈനസ് ആർ ക്രോസ് മൈനസ് എഫ് ആയി. ആ നെഗറ്റീവ് വീണ്ടും പോസിറ്റീവ് ആവും. സോ ദാറ്റ് ഈസ് ആർ ക്രോസ് എഫ്. അതെന്ത് തന്നെയാണ്? പഴയ ടോ തന്നെയാണ്. സോ ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദിസ് ടോർക്ക്. അപ്പോൾ ആർ മൈനസ് ആർ ആവും, എഫ് മൈനസ് എഫ് ആവും. പക്ഷേ ആർ ക്രോസ് എഫ് മൈനസ് ആർ ക്രോസ് മൈനസ് എഫ്, ആർ ക്രോസ് എഫ് അഥവാ ടോ തന്നെയായിട്ട് നിലനിൽക്കും. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളാർ വെക്ടേഴ്സ് ചേഞ്ചസ് അണ്ടർ പാരിറ്റി, അണ്ടർ ദ ഇന്റർചേഞ്ചിങ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ആക്സസ് ആൻഡ് ആക്സിയൽ വെക്ടേഴ്സ് ഡസ് നോട്ട് ചേഞ്ച്. ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷന് 2 ലോസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, ട്രയാങ്കിൾ ലോ ആൻഡ് പാരലോഗ്രാം ലോ. ഈ ട്രയാങ്കിൾ ലോ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ട്രയാങ്കിൾ ലോ ഉപയോഗിച്ച് ഒരുപാട് ഫോർമുലകളോ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, യു വോണ്ട് ടു ആഡ് 2 വെക്ടേഴ്സ് എ ആൻഡ് ബി. ട്രയാങ്കിൾ ലോ ഉപയോഗിക്കുമ്പോൾ യു വോണ്ട് ടു ഫൈൻഡ് എ പ്ലസ് ബി.
in triangle law, keep vectors head to tail. ഹെഡ് ഒരു വെക്ടറിന്റെ ഹെഡ് രണ്ടാമത്തെ വെക്ടറിന്റെ ടെയിലിനോട് ചേർത്ത് വെക്കുക. ഇതാണ് ഹെഡ് ടു ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെക്ടറിന്റെ റെപ്രസെന്റേഷൻ നോക്കാം. വെക്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ an arrow. അല്ല ആരോ കാണുന്ന ഈ ഡയറക്ഷനെയാണ് ഹെഡ് എന്ന് വിളിക്കുക. അത് തുടങ്ങുന്ന ഈ പോയിന്റ് ആണ് ടെയിൽ. ആൻഡ് ഇറ്റ്സ് ലെങ്ത് റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ള വെക്ടർ ആണെങ്കിൽ അതിനെ നീളം കൂട്ടി വരക്കണം, മാഗ്നിറ്റ്യൂഡ് കുറവുള്ള വെക്ടർ ആണെങ്കിൽ കുറച്ച് വരക്കണം. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരാൾ മാഗ്നിറ്റ്യൂഡ് കൂടുതലും ഒരാൾ മാഗ്നിറ്റ്യൂഡ് കുറവാണെങ്കിൽ ആ ലെങ്ത് വെച്ചാണ് നിങ്ങൾ അതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ആരോ റെപ്രസെന്റ് ദ ഡയറക്ഷൻ. ഒരു വെക്ടർ മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് വരക്കണം, താഴോട്ട് വരക്കണം, വലത്തോട്ട് വരക്കണം. അങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ നമ്മൾ വരക്കുക. സോ വെക്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ എ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ്. ഇത് ആക്ച്വലി ലൈൻ സെഗ്മെന്റ് ആണ്. അത് ഇങ്ങനെ ഇൻഫിനിറ്റ്ലി നീണ്ടു പോകാനൊന്നും പറ്റില്ല. അതിന് കൃത്യമായ ലെങ്ത് ഉണ്ട്. ദാറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. അതുകൂടാതെ അതിൻ്റെ ഒരു ഡയറക്ഷനും കൂടി ഉണ്ട്. സോ ഇൻ മാത്തമാറ്റിക്സ്, ഇൻ ജോമെട്രി, വെക്ടർ ഈസ് ബേസിക്കലി എ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ്. ഡയറക്ഷനോട് കൂടിയ ഒരു ലൈൻ സെഗ്മെന്റ് ആണ് വെക്ടർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കീപ് എ ലൈക്ക് ദിസ്. എ എന്ന് പറയുന്ന വെക്ടർ ഇവിടെ വെക്കുക, ബി എന്ന് പറയുന്ന വെക്ടറിനെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണം. ഹെഡ് ടു ടെയിൽ ഇങ്ങനെ കീപ്പ് ചെയ്യുക. Then complete the triangle in the reverse order. A അങ്ങോട്ട് വെച്ചു, ബി ഇങ്ങോട്ട് വെച്ചു, സി ഇങ്ങോട്ട് വെക്കരുത്. ആ ട്രയാങ്കിളിന് അതേ ഓർഡറിൽ കംപ്ലീറ്റ് ചെയ്യരുത്. റിവേഴ്സ് ഓർഡറിൽ ട്രയാങ്കിളിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് യു ഗെറ്റ് ദ റിസൾട്ടന്റ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ അടുത്ത പ്രശ്നം, ഇങ്ങനെ വെക്ടറിനെ ഇങ്ങനെ ഒരാളെ ഹെഡ് ടെയിൽ ഒരുമിച്ച് അല്ലെങ്കിലോ എന്നതാണ് അടുത്ത പ്രശ്നം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെക്ടേഴ്സ് ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ്. ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിടത്തു നിന്ന് എടുത്ത് വേറൊരു ഇടത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും. എങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യണം? പാരലൽ ടു ഇറ്റ് സെൽഫ്. നിങ്ങൾ ഏത് വെക്ടറിനാണോ എടുത്തത് അതിന് പാരലൽ ആയിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മുകളിലോട്ടിരിക്കുന്ന വെക്ടറിന്റെ അടുത്ത് താഴോട്ടോ വലത്തോട്ടിരിക്കുന്ന വെക്ടറിന്റെ അടുത്ത് മുകളിലോട്ടോ അങ്ങനെയൊന്നും ചെയ്യരുത്. പാരലൽ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീക്കി വെക്കാം. ആൻഡ് വിത്ത് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. അതിന്റെ ലെങ്ത് മാറിപ്പോവരുത്. വെക്ടറിനെ എടുത്ത് നീക്കി വെക്കുന്ന സമയത്ത് അതിന്റെ ലെങ്ത് മാറിപ്പോവാതെ നോക്കണം. അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ആ പൊസിഷന് പാരലൽ ആയിട്ട് കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ മൂവ് ചെയ്ത് എന്ത് ചെയ്യാം? ഹെഡ് ടു ടെയിൽ ആയിട്ട് കീപ്പ് ചെയ്യുക. ദെൻ കംപ്ലീറ്റ് ദ ട്രയാങ്കിൾ ഇൻ ദ റിവേഴ്സ് ഓർഡർ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ റിസൾട്ടന്റ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ സ്റ്റുഡൻസ്, ഇനി ഇതിന്റെ ഈ ട്രയാങ്കിൾ ലോന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു ലോ ആണ് പോളിഗൺ ലോ. ഇതൊന്നും പ്രോബ്ലം ആയിട്ടൊന്നും ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. വെറുതെ 4-5 വെക്ടേഴ്സ് ഒക്കെ തന്നിട്ട് ഒരു ഫിഗർ ഒക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. പോളിഗൺ ലോയിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വെക്ടേഴ്സ് അല്ല, ഒരുപാട് വെക്ടേഴ്സ് എ ബി സി ഡി എന്ന് പറയുന്ന ഒരുപാട് വെക്ടേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ എനെ നമ്മൾ ഇങ്ങനെ വെക്കുക, അതിൻ്റെ ഹെഡിൽ നിന്ന് അടുത്ത വെക്ടറിൻ്റെ ടെയിൽ വെച്ചുകൊണ്ട് ബി വെച്ച് മുമ്പോട്ട് പോവുക. അവിടെ നിന്ന് ഒരു സി വെക്ടർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വെക്കാം, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ. അവസാനം ഒരു ഡി വെക്ടർ നമുക്ക് ഇങ്ങോട്ടേക്ക് വെക്കാം. ദെൻ കംപ്ലീറ്റ് ദ പോളിഗൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ. നമ്മൾ ഇങ്ങനെയാണ് പോയത്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടല്ല കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എയിൽ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്താൽ യു ഗെറ്റ് എ ന്യൂ വെക്ടർ ഇ. ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. ഇതിപ്പോൾ 4 വെക്ടറാണ്. ഇങ്ങനെ 5ഓ 6ഓ എത്ര വെക്ടർ ഉണ്ടെങ്കിലും ഇങ്ങനെ ഹെഡ് ടു ടെയിൽ ആയിട്ട് ഇങ്ങനെ വെച്ച് പോയി അവസാനം ആ പോളിഗൺ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടറാണ് അതിൻ്റെ ഓവറോൾ റിസൾട്ട് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് പോളിഗൺ ലോ. ഓക്കെ, ഇനി നമുക്ക് പാരലലോഗ്രാം ലോയിലേക്ക് പോവാം. പാരലലോഗ്രാം ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് രണ്ട് വെക്ടേഴ്സിന്റെ സമ്മിന് ഫോർമുല ഉണ്ടാക്കുന്നതും അതിന്റെ ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതും അതിന് ബാക്കി A to Z കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. സോ ഇവിടെ ഹെഡ് ടു ടെയിൽ അല്ല കീപ്പ് ചെയ്യേണ്ടത്, ടെയിൽ ടു ടെയിൽ ആണ്. എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ രണ്ടുപേരുടെയും ടെയിൽ നിങ്ങൾ ഒരേ പോയിന്റിൽ തന്നെ കീപ്പ് ചെയ്യണം. ദെൻ കംപ്ലീറ്റ് ദ പാരലലോഗ്രാം. ഇവിടെ എ എന്ന് പറയുന്ന വെക്ടർ, ഇവിടെ ബി എന്ന് പറയുന്നത് രണ്ടും അഡ്ജസെന്റ് സൈഡ് ആയിട്ട് വരുന്ന പാരലലോഗ്രാം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. നൗ ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ടേക്കൺ ടു ബി തീറ്റ ആയിട്ട് എടുക്കുക. നൗ ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി തീറ്റ. ഇവർ രണ്ടുപേരും ഒരേ പൊസിഷനിൽ വരുന്ന രണ്ട് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് തീറ്റ ആണെങ്കിൽ ഇത് രണ്ട് സൈഡ്സ് പാരലൽ ആണല്ലോ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ. സോ തീറ്റ ആർ സെയിം. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇഫ് ദിസ് ആംഗിൾ, ദിസ് ഇസ് ബി, ദിസ് ഇസ് ഓൾസോ മോഡ് ബി. ഇതിന്റെ ലെങ്ത് മോഡ് ബി തന്നെയാണ്. അപ്പോൾ ഇത് മോഡ് ബി, ഇത് തീറ്റ ആണെങ്കിൽ ദിസ് ലെങ്ത് ഈസ് മോഡ് ബി സൈൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ്. ആൻഡ് ദിസ് സ്മോൾ ലെങ്ത് ഈസ് മോഡ് ബി കോസ് തീറ്റ. ഇവിടെ മോഡ് എ ആണ്, ഇത്രയും ലെങ്ത് മോഡ് എ ആണ്. അപ്പോൾ മോഡ് എ പ്ലസ് മോഡ് ബി കോസ് തീറ്റ ആണ് അതിന്റെ ഫുൾ ലെങ്ത്. അതിന്റെ ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ഹൈറ്റ് ഈസ് മോഡ് ബി സൈൻ തീറ്റ. അവ രണ്ടും കൂടി സ്ക്വയർ ചെയ്താൽ യു ഗെറ്റ് ദ റിസൾട്ടന്റ്. ഇതാണ് എ പ്ലസ് ബി. യു കംപ്ലീറ്റ് ദി പാരലലോഗ്രാം ആൻഡ് ടേക്ക് ദി മെയിൻ ഡയഗണൽ. ഈ കോമൺ ടെയിലിൽ നിന്ന് വരക്കുന്ന ഈ മെയിൻ ഡയഗണലാണ് എ പ്ലസ് ബി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരക്കുന്ന ഈ ഡയഗണലാണ് ബി എ മൈനസ് ബി. എയിൽ നിന്ന് ഇതിന്റെ ടെയിൽ എയിലേക്കാണ് എ മൈനസ് ബി. തിരിച്ചാ വെക്ടർ ഇങ്ങോട്ടേക്ക് ഇട്ടാൽ ബി മൈനസ് എ. ഹെഡ് മൈനസ് ടെയിലാണ് എടുക്കേണ്ടത്.
Okay, so this vector is a plus b and this vector is a minus b. രണ്ടിന്റെ മോഡുലസ് നമുക്ക് ഇവിടുന്ന് അനായാസം കണ്ടുപിടിക്കാം. എനിവേ a plus b ന്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നതിന് ഇതാണ് ഐഡിയ. സോ a plus b മോഡുലസ് is equal to root of ബേസ് എന്ന് പറയുന്നത് മോഡ് a plus മോഡ് b cos theta. മോഡ് a നമുക്ക് a എന്നും മോഡ് b നെ സിംപ്ലി b എന്ന് എഴുതിയാൽ മതി. പ്ലസ് മോഡ് b sin theta whole square. ഇങ്ങനെയാണല്ലോ എടുക്കുക. Root of base square plus height square അവസാന റൂട്ട് എടുത്ത പൈതഗോറസ് തിയറം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയും ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയും കൂടി ആഡ് ചെയ്താൽ അത് ബി സ്ക്വയർ ആവും. സോ ദിസ് ഇസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അഥവാ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റയ്ക്ക് പകരം 2a ഡോട്ട് ബി എന്നും എഴുതാം. സോ മോഡുലസ് ഓഫ് എ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2a ഡോട്ട് ബി എന്ന് കിട്ടും. ഇതുപോലെ മോഡുലസ് ഓഫ് എ മൈനസ് ബി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് കയ്യിൽ വെക്കാം. ഇക്വേഷൻ നമ്പർ 1. മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ അഥവാ മോഡുലസ് ഓഫ് എ മൈനസ് ബി. അത് ഈ ഡയഗണലാണ് എടുക്കുന്നത്. അതിന്റെ ഫുൾ ഫോമിൽ ഞാൻ എഴുതി കാണിക്കുന്നില്ല. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അതുപോലെ റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോയാൽ മതി. ഓക്കെ, സോ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2a ഡോട്ട് ബി. സ്ക്വയർ ചെയ്താൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2a ഡോട്ട് ബി. Let it be equation number 2. നേരത്തെ കിട്ടിയ മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. മോഡ് ഓഫ് എ പ്ലസ് ബി സ്ക്വയർ ഇക്വൽ മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2a ഡോട്ട് ബി. സിമിലർലി മോഡ് ഓഫ് എ മൈനസ് ബി സ്ക്വയർ ഇക്വൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2a ഡോട്ട് ബി. ഇവിടെ പ്ലസ് 2a ഡോട്ട് ബി മൈനസ് 2a ഡോട്ട് ബി ഒരു വ്യത്യാസമുള്ളൂ. മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ ഒക്കെ രണ്ടിടത്തും ഒരേപോലെ സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നൗ ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 2 ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പ്ലസ് 2a ഡോട്ട് ബി മൈനസ് 2a ഡോട്ട് ബി രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് 2 ഇൻറ്റു മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ. ദിസ് ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ. മോഡ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് മോഡ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ. ഓക്കെ, ഇതുപോലെ വേണമെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യാം. 1 മൈനസ് 2 ഇംപ്ലൈസ് മോഡ് ഓഫ് എ പ്ലസ് ബി square minus of modulus of a minus b square is equal to 4 times a dot b. ഇത് രണ്ടും വളരെ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇല്ല. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് വെരി വെരി റെലവെന്റ്. ഇവിടെ കാണുന്ന സമയത്തല്ല എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്. മോഡ് എ സ്ക്വയർ ഒരു ക്വാണ്ടിറ്റി, ഒരു അൺനോൺ. മോഡ് ബി സ്ക്വയർ അനദർ അൺനോൺ. മോഡ് ഓഫ് എ പ്ലസ് ബി വേറെ, മോഡ് ഓഫ് എ മൈനസ് ബി വേറെ. ഇങ്ങനെ 4 അൺനോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആയിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ മോഡ് എയും മോഡ് എ പ്ലസ് ബി തമ്മിൽ യാതൊരു ബന്ധമില്ല. അവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പോൾ അതിൽ 3 ക്വാണ്ടിറ്റീസ് തന്നിട്ട് നാലാമത്തെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പ്രോബ്ലം ചോദിക്കുക. ഇതിപ്പോൾ എങ്ങനെ ചോദിക്കുന്നു വെച്ചാൽ മോഡ് എ പ്ലസ് ബി മോഡ് എ മൈനസ് ബി മോഡ് ബി തരും. എന്നിട്ട് മോഡ് എ ചോദിക്കാം. അല്ലെങ്കിൽ മോഡ് എയും മോഡ് ബി മോഡ് എ മൈനസ് ബി മോഡ് എ പ്ലസ് ബി ചോദിക്കാം. ഇങ്ങനെ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം തന്നിട്ട് നാലാമത്തെ കണ്ടുപിടിക്കാൻ തരുന്ന പ്രോബ്ലംസ് ധാരാളമായിട്ട് വരും. അതുപോലെ ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ 3 ക്വാണ്ടിറ്റീസ് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. മോഡ് എ പ്ലസ് ബി മോഡ് എ മൈനസ് ബി എ ഡോട്ട് ബി. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം തന്നാൽ നമുക്ക് മൂന്നാമത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 ഇക്വേഷൻ ഒന്ന് ഓർത്തോളാം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ആണെന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചതാണ്. നമുക്ക് തുടർന്ന് അതൊക്കെ നോക്കാം. So that's all about parallelogram law of vector addition. അതിനകത്ത് നമുക്ക് ഇനി നോക്കാനുള്ളത് വെക്ടർ അഡീഷൻ ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടേഴ്സിന്റെ സമ്മാണ് നമുക്ക് നോക്കേണ്ടത്. സോ എ ബി ഹാവിംഗ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. മോഡ് എ ഇസ് ഈക്വൽ ടു മോഡ് ബി ഇസ് ഈക്വൽ നമുക്കൊരു സ്മോൾ എ എന്ന് അങ്ങോട്ടേക്ക് എടുക്കാം. ഇതിന്റെ ഒരു മോഡുലസ് ആയിട്ട്. സോ മോഡ് ഓഫ് എ പ്ലസ് ബി is equal to root of mod a square ആവും, mod b square ആവും, minus 2a square cos theta എന്നാവും. അവിടെ ഈ a square കൂടെ ആഡ് ചെയ്താൽ
2a square minus 2a square cos theta. We can take 2a square as a common factor there. Out of the 2a square common factor into 1 minus cos theta. Then 1 minus cos theta, we know the formula, that is what a plus value. So here it is positive. Yes, 1 plus cos theta is 2 cos square theta by 2. 1 minus cos theta is 2 sin square theta by 2, and 1 plus cos theta is 2 cos square theta by 2. So root of 2a square into 1 plus cos theta is again 2 cos square theta by 2. This is root of 2 into 2 is 4a square cos square of theta by 2. മൊത്തത്തിൽ നമുക്ക് ഇത് സ്ക്വയർ റൂട്ട് എടുക്കാവുന്നതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 is 2, സ്ക്വയർ റൂട്ട് ഓഫ് a square is a, സ്ക്വയർ റൂട്ട് ഓഫ് cos square theta by 2 is cos theta by 2. എന്ന് വെച്ചാൽ മോഡ് ഓഫ് a plus b എന്ത് വരും? എക്കും ബിക്കും ഒരേ മോഡുലസ് ആണെങ്കിൽ 2a cos theta by 2. ഇതേ ഫോർമുല ഉപയോഗിച്ച് ചെയ്താൽ മോഡുലസ് ഓഫ് a minus b is equal to 2a sin theta by 2 എന്ന് കിട്ടും. If the modulus are same. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഫോർമുലയാണ്. 2a mod a plus b equal to 2a cos theta by 2 and mod a minus b equal to 2a sin theta by 2. വളരെ സിമിലർ ആണല്ലോ, ഒന്ന് 2a cos ഉം 2a sin. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വണ്ടർ അവിടെ ഒരു രസകരമായിട്ടുള്ള ഒരു റിലേഷൻ അവർ തമ്മിലുള്ളതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം നോക്കുന്നത്. പ്രോബ്ലം ചെയ്യാനൊക്കെ വളരെ വളരെ എളുപ്പമാണ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ നമുക്കിങ്ങനെ നോക്കാം. തീറ്റയ്ക്ക് പല പല വാല്യൂസ് കൊടുത്തത് പരിശോധിച്ച് നോക്കാം. If theta is equal to 0, then mod of a plus b is equal to theta കൂടെ 0 കൊടുത്താൽ 2a ആയിരിക്കും. and modulus of a minus b ഇവിടെ തീറ്റയ്ക്ക് 0 കൊടുത്താൽ 0 ആയി പോകും. അടുത്ത് if theta is equal to 60 ഡിഗ്രി, നമ്മൾ 60 ഡിഗ്രിയിൽ രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ modulus of a plus b is equal to ഇവിടെ 2a cos 60 ഡിഗ്രി കൊടുക്കുമ്പോൾ 60 by 2 30 ആവും. cos 30 ഡിഗ്രി is root 3 by 2. So 2a into root 3 by 2 is root 3a. and modulus of a minus b is 2a sin theta by 2 ആണ്. അപ്പോൾ അവിടെ തീറ്റയ്ക്ക് 60 ഡിഗ്രി കൊടുത്താൽ 60 ഡിഗ്രി by 2 is 30. sin 30 ഡിഗ്രി is 1 by 2. അപ്പോൾ 2 ക്യാൻസൽ ആയി പോയിട്ട് a എന്ന് കിട്ടും. അപ്പോൾ 60 ഡിഗ്രിയിൽ 60 ഡിഗ്രിയിൽ രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടേഴ്സ് ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ള 60 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടന്റ് സമ്മ് റൂട്ട് 3a അവരുടെ ഡിഫറൻസ് a ആയിരിക്കും. ഓക്കെ, അടുത്തത് സ്പെഷ്യൽ കേസസ് ആണ്. ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി 90 ഡിഗ്രിയിൽ കൊടുത്താൽ മോഡുലസ് ഓഫ് a പ്ലസ് അഥവാ പെർപെൻഡിക്കുലർ ആവാം. ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടർ, ഇപ്പോൾ 5 ന്യൂട്ടൺ 5 ന്യൂട്ടൺ അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്താൽ ഇവിടെ 90 ഡിഗ്രി കൊടുക്കും. 90 by 2 45. cos 45 is 1 by root 2. ഇവിടുന്ന് root 2 കട്ട് ചെയ്താൽ root 2a. here also modulus of a minus b is also root 2a. എന്ന് വെച്ചാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? if mod a plus b is equal to mod a minus b, then theta is equal to 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വെക്ടേഴ്സിലാണ് mod a plus b mod a minus b സെയിം ആവുക. അപ്പോൾ റിസൾട്ട് ഇവിടെ പഠിച്ചു വെക്കുക. mod of a plus b is equal to mod of a minus b. then no doubt theta is equal to 90 degree, that is a is perpendicular to vector b. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. അടുത്ത റിസൾട്ട് if theta is equal to 120 ഡിഗ്രി 120 ഡിഗ്രിയിൽ നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ mod of a plus b അത് 60 ഡിഗ്രിയിൽ വെക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കിട്ടുക. mod of a plus b is equal to a യും mod of a minus b is equal to root 3a യും കിട്ടും. 60 ഡിഗ്രിയിൽ വെച്ചപ്പോൾ സമ്മ് root 3a ഡിഫറൻസ് a ആയിരുന്നു. 120 ഡിഗ്രിയിൽ വെക്കുമ്പോൾ സമ്മ് a യും ഡിഫറൻസ് root 3a യും. അത് എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾക്ക് ചിത്രം വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനം എടുക്കുന്ന ആന്റി പാരലൽ. if theta is equal to 180 ഡിഗ്രി then modulus of a plus b is equal to 0 and modulus of a minus b is equal to 2a. അത് 0 ഡിഗ്രിയിൽ വെക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. 0 ഡിഗ്രിയിൽ വെക്കുമ്പോൾ സമ്മ് 2a യും ഡിഫറൻസ് 0 യുമാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 180 ഡിഗ്രിയിൽ വെക്കുമ്പോൾ സമ്മ് 0 യും ഡിഫറൻസ് 2a യും കിട്ടും. ഓക്കെ.